അതിന് പ്രഭാകര ആ ഫയല് നീങ്ങില്ല. ഫയല് തന്റെ മുന്നിലിരിക്കുന്നു. കഴിഞ്ഞ 3 ദിവസം ലീവല്ലേ തന്നെയോ, അതാണ് പ്രശ്നമോ. നാളെ എന്തായാലും വിടാ ഞാൻ. ആ ശരി, എനിക്കറിയാം, സംഭവം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ ശരി ശരി. ആ എന്തേ വാങ്ങടേ വിളിച്ചാ? ഇതെന്താ എല്ലാരും കൂടെ ഇങ്ങോട്ട് ഓരോരുത്തരായിട്ട് വന്നാൽ മതി? എല്ലാരും ബാക്കിയുള്ളവർ പുറത്ത്. സാറേ ഞങ്ങള് ഒരു കാര്യത്തിന് വേണ്ടി വന്നാണ് എല്ലാവരും. ഒരു കാര്യത്തിന് ഇത്ര ആൾക്കാരോ? ഇപ്പൊ 2-3 കാര്യം പറയണെങ്കിൽ ഒരു ജാതക ആളുണ്ടാവുമല്ലോ. സാറേ ഞങ്ങൾ എല്ലാവരും ഒരു കുടുംബത്തിലുള്ളതാ. എന്താ പ്രശ്നം? എന്താ ഇരിക്കും ഇങ്ങോട്ടിരിക്കും. ആ പ്രശ്നം പറയും സാറേ, എൻ്റെ പേര് പാരിജാതൻ. ഇതെന്റെ മൂത്ത ചേട്ടൻ മന്മഥൻ. ഇത് ഞങ്ങളുടെ ഇളയ പെങ്ങള് മണ്ടോദരി. പിന്നെ ഞങ്ങള് വന്ന കാര്യം എന്താന്ന് വെച്ചാൽ എന്റെ പേരും കൂടി പറയേ. നീ പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം. എന്റെ പേര് ശീതളൻ. ഇതെന്റെ ഭാര്യ മണ്ടോദരി. അവളുടെ ഭർത്താവാണ് ഞാൻ. നീ വന്ന കാര്യം പറയാം. എന്റെ പൊന്നളിയ ഒന്നും ഒഴിവാക്കലൊന്നും അവസാനിപ്പിക്കും ഇപ്പോഴെങ്കിലും. അതേ പറഞ്ഞേ. അല്ലെ നിങ്ങള് വന്ന കാര്യം പറയും. സാറേ, കഴിഞ്ഞ മാസം 10-ാം തീയതി ഞങ്ങളുടെ അച്ഛൻ മരിച്ചു. അപ്പോൾ അച്ഛൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു 4-5 ലക്ഷം രൂപ കിടപ്പുണ്ട്. അപ്പോൾ ഞങ്ങളത് എടുക്കാനായിട്ട് ബാങ്കിൽ ചെന്നപ്പോൾ മാനേജർ പറഞ്ഞു റിലേഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് വരണമെന്ന്. ഇപ്പോൾ നോമിനിനെ വെച്ചിട്ടുണ്ട് അച്ഛൻ? ഏതോ ഓമന? ഓമനല്ല, നോമിനി ഉണ്ടോന്നാ ചോദിക്കണത്. അത് അമ്മയായിരുന്നു. അമ്മേനെ കൊണ്ടിട്ടുണ്ട്. ഈ അമ്മക്ക് നോമിനി എന്ന് പറഞ്ഞിട്ടൊരു പേരുള്ള കാര്യം നീ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. അതല്ലല്ലോ കാര്യങ്ങളിലേക്ക് അടക്കുമ്പോ അത് പറയേ. അതെന്താ? ഞാൻ പറയട്ടെ. ഹലോ, ഇവിടെ ഒന്ന് സംസാരിക്കണം. ഞാൻ അമ്മേനെ പറഞ്ഞു ഇളെ കൊണ്ടുവരണ്ട കാര്യങ്ങൾ. അത് അമ്മ ആദ്യം മരിച്ചുപോയി സാർ. അപ്പൊ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ആ പൈസ മുഴുവൻ എനിക്ക് എടുത്ത് തന്നേനെ. അത്രയ്ക്ക് താല്പര്യമായിരുന്നു നിങ്ങളോടെ. അല്ല, മരണം വരെ നോക്കിയത് നിങ്ങൾ തന്നെയാണ്. അതെ, മണ്ടൂന്ന് തികച്ച് വിളിക്കില്ലായിരുന്നു. വിളിക്കാതെ വിളിക്കാണ്ടാണ് ചേട്ടൻ കാര്യം പറഞ്ഞു. നോക്കിയതിന് കാര്യമുണ്ട് സാറേ. തറവാട് വീടുണ്ടല്ലോ, എവിടെ കല്യാണം കഴിഞ്ഞോടുകൂടി അതൊക്കെ പിടിച്ച് മേടിച്ച് എഴുതി സ്വന്തമാക്കി. എന്നിട്ട് പറഞ്ഞയാള് ഇവിടെ പിടിച്ചു വാങ്ങണത്. അതിനും കൂടുതൽ സ്വത്ത് ഉണ്ടായിരുന്നല്ലോ അച്ഛനെ. അതൊക്കെ എല്ലാരും പങ്കിട്ട് കിടന്ന് അവസാനം ഉണ്ടായിരുന്ന ആ ഒരു ഇത്തിരി സാധനമല്ല ഇപ്പൊ ഞങ്ങള് മേടിച്ചത്. പിന്നെന്താ? അല്ല, വർത്താനം പറയുമ്പോ എല്ലാം പറയല്ലോ. ഹലോ, ഇത് ഒരു നിങ്ങളെ കുടുംബ പുരാണം കേൾക്കാൻ നിൽക്കല്ല ഞാൻ. എനിക്കിവിടെ വേറെയും പണിയുണ്ട്. അല്ല, അപ്പൊ നിങ്ങക്ക് ശരിക്കും എന്തുട്ടാ പണി? ആരാ ഇയാളെ ശരിക്കും? അയാളൊന്ന് പിടിച്ച് പുറത്താക്കി. വരണ്ടെന്ന് പറഞ്ഞാണ് സാറേ. അപ്പൊ ഇവിടെ എന്തെങ്കിലും ഇങ്ങോട്ടൊന്നും മിണ്ടാണ്ട് നിൽക്കാൻ പറ്റുമോ? കാര്യങ്ങൾ പറയും സാറേ. റിലേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട് ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നൊന്ന് പറഞ്ഞെങ്കിൽ. ഈ പരേതന്റെ ബന്ധുക്കളാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ് റിലേഷൻ സർട്ടിഫിക്കറ്റ്. ഏത് പരേതന്റെ? ഈ മരിച്ചുപോയ ആളുടെ. അത് സദാനന്ദൻ. അല്ല, നിങ്ങൾ ഈ മരിച്ചുപോയ അച്ഛന്റെ പേരെന്താ? സദാനന്ദൻ. അയാളെ പറ്റിയാണല്ലോ ഈ പറയണത്. അപ്പൊ പിന്നെ ആരാ പരേതൻ? കഷ്ടാണ് റബ്ബേത്. അതെ, നിങ്ങൾക്കൊക്കെ കാശ് കിട്ടാൻ വേണ്ടിട്ട് അച്ഛന്റെ പേര് മാറ്റി പറയാൻ അതിനെ എന്നെ കൂട്ടുള്ള കാര്യം ഞാൻ പറയാം. സുഹൃത്തെ, നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കോ? ഞാൻ ഈ കാര്യങ്ങൾ സംസാരിച്ചോട്ടെ. അല്ല സാറ് തെറ്റുപറ്റും ഇടപെടണ്ടേ? എന്ത് തെറ്റുപറ്റുന്നത്? പരേതെന്ന് പറഞ്ഞാൽ മരിച്ചു വരാൻ നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ അതിന് 2 സാക്ഷികൾ വേണം. സാക്ഷികളോ? പിന്നെ സാക്ഷികൾ വേണ്ടേ? നിങ്ങളിപ്പോ ഇന്ന് വന്നിട്ട് നിങ്ങൾ 3 ആളും മക്കളാന്ന് പറയുന്നത്. നാളെ ഇപ്പൊ വേറൊരാൾ വന്നിട്ട് ഞാൻ മോനാന്ന് പറഞ്ഞാൽ എന്റെ പണി പോവില്ലേ? അങ്ങനെ എടുത്തപ്പോ ചാപ്പക്കുറ്റി അടിച്ചു പിടിക്കില്ല. ഇല്ല സാറേ, അങ്ങനെ ഒരാൾ വരൂല. ഞങ്ങൾ 3 പേരേ ഉള്ളൂ. ഉറപ്പാണല്ലോ? അപ്പോ ഈ സാക്ഷികൾ എന്ന് പറഞ്ഞത് ഈ പരേതൻ മരിച്ച സമയത്ത് അന്ത്യകർമ്മത്തിൽ പങ്കെടുത്ത ആൾക്കാരായിരിക്കണം. പിന്നെ ഈ പരേതന്റെ വീടുമായിട്ട് നല്ല ബന്ധമുള്ള ആൾക്കാരായിരിക്കണം. അപ്പൊ മക്കള് നിങ്ങൾ 3 ആൾക്കാര് അല്ലേ? ഞങ്ങൾ 3 പേരേ ഉള്ളൂ. മന്മഥൻ, മണ്ടോദരി, പാരിജാതൻ. മക്കളെ കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾ അതിൻ്റെ അകത്ത് പെടൂല. എന്നാലും പെടുത്തണം. നമ്മള് മരുമാനാണ്. ഞാൻ മണ്ടോദരിയുടെ ഭർത്താവാണ് ഞാനേ. അല്ല സുഹൃത്തെ, നിങ്ങൾ എന്തറിഞ്ഞിട്ടാ ഈ വർത്താനം പറയണത്? ഒരു വില്ലേജ് ഓഫീസാണത്. വില്ലേജ് ഓഫീസറാ ഞാൻ. ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ വന്നിട്ട് നിങ്ങളെ പെടുത്തണം എന്ന് പറഞ്ഞാൽ എന്താ കുട്ടികളി? ഞങ്ങള് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോ ഈ പറഞ്ഞ രേഖകളുണ്ടല്ലോ, അതായിട്ട് സാക്ഷികളായിട്ട് വരിക. വരുമ്പോ ഇയാളെ കൊണ്ടുവരരുത്. ഇയാളെ കൊണ്ടുവന്നാൽ സർട്ടിഫിക്കറ്റ് ഞാൻ തരില്ല കേട്ടോ. ആ ചെല്ലി. അതെ, ഇത് മുറിയെ കൂടണം. നല്ല നീ ശീതളം കൂടെ കിടക്കുള്ളൂ കേട്ടാ. പുറത്തുനിട്ടാ എന്തിനാ പെങ്ങളെ കൈയൊക്കെ കെട്ടിച്ചു കൊടുത്തു? ചെലി പെൻസിൽ മേടിച്ചോണ്ട്. ചെലി. കുഴപ്പമില്ല, നിങ്ങൾ ചെല്ലി ഒന്ന്.
ദിവസം അങ്ങോട്ട് പോയി കിട്ടി പടച്ചോനെ. അതെ മന്മഥേട്ടനൊക്കെ അവിടെ അവിടേക്ക് അതെ, ഞാൻ അവിടെ ഹരം പിടിച്ച് കളിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് കാര്യം തെച്ചാണ്ട് പറഞ്ഞാൽ പോരെ. എന്താ കാര്യം? അതെ ഒരു കുടുംബ പ്രശ്നമാണ്, അവിടെ വെച്ച് അങ്ങനെ പറയാൻ പറ്റൂല, അതുകൊണ്ടാണ് ഇങ്ങനെ വിളിച്ചത്. എന്താ കാര്യം? ഞാൻ പറയാം. സുഗതൻ ഞങ്ങളുടെ കൂടെ നാളെ ഒന്ന് വില്ലേജ് ഓഫീസ് വരെ വരണം. എന്തിന്? ഒന്നുമില്ല, ഞങ്ങളുടെ അച്ഛന് 3 മക്കളെ ഉള്ളൂ എന്ന് വില്ലേജ് ഓഫീസറോട് സുഗതനൊന്ന് പറയണം, അത്രേ ഉള്ളൂ. അതെങ്ങനെ? നിങ്ങളുടെ അച്ഛന് 4 മക്കളില്ലേ? അപ്പൊ സത്യശീലിനെ കൂട്ടണ്ടേ? ഇതിപ്പോ ചത്തോ ജീവിച്ചിരിപ്പുണ്ടെന്ന് ആർക്കറിയണേ? 10 വർഷമായില്ലേ? ചത്തുവല്ലേന്ന് നമുക്ക് അറിയില്ലല്ലോ ഇപ്പോഴും. അല്ല ഒരു സാക്ഷി അത്രേ ഉള്ളൂ. ഒരു സാക്ഷി ഒന്ന് പറഞ്ഞാൽ മതി. എന്താന്ന് വെച്ചാല് അച്ഛന്റെ അക്കൗണ്ടിൽ കുറച്ച് പൈസ ബാക്കിയുണ്ട്, ചെറിയ പൈസ. അപ്പൊ അത് ഞങ്ങൾ 3 മക്കൾ കൊണ്ട് വീതിച്ച് കിട്ടണമെങ്കിൽ ഇപ്പൊ 3 മക്കളെ ഉള്ളൂ എന്ന് സുഗതം പറയുമ്പോൾ അവിടുന്ന് ഒരു സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസർ തരും. അത് ശരി. അപ്പൊ ഞാൻ വില്ലേജ് ഓഫീസിൽ വന്നിട്ട് കള്ളം പറയണം? കള്ളമല്ലല്ലോ. അപ്പൊ ഉള്ളത് പറഞ്ഞാൽ മതിയല്ലോ. പക്ഷെ എന്നാലേ ഞാൻ പല കള്ളത്തരം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ വില്ലേജ് ഓഫീസിൽ എന്ന് വരെ ഞാൻ കള്ളം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കള്ളം പറയല്ലോ, ഉള്ള കാര്യല്ലേ പറഞ്ഞേ. ഏട്ടൻ നാട് വിട്ടുപോയിട്ട് ഇപ്പൊ 10-13 കൊല്ലമായില്ലേ. ഞങ്ങൾ ഇനി അന്വേഷിക്കാൻ ഒരു സ്ഥലവുമില്ല. പിന്നെ ചേട്ടന്റെ പേരും കൂടി ആ സർട്ടിഫിക്കറ്റിൽ എഴുതി വെച്ചാൽ ഒരു ഓഹരി ആർക്കും ഇല്ലാതെ പോകും, വെറുതെ പോകും. ഇതിപ്പോ അച്ഛൻ പണിയെടുത്ത കാശല്ലേ, ഞങ്ങൾ അവകാശികൾക്ക് അത് ഉപകാരപ്പെടണമെങ്കിൽ. അത് ശരി. അപ്പൊ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ നിങ്ങൾക്ക് അത് 3 വായിക്കൂലേ? പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, നമുക്കിത് 4 വായിക്കാൻ പറ്റും. അല്ല, ഞാൻ കള്ളസാക്ഷി പറയണോണ്ടാണല്ലോ അച്ഛന്റെ കാശ് കിട്ടുന്നത്. അപ്പൊ ഒരു നാട്ടു നടപ്പനുസരിച്ച് അത് 4 നല്ലത്. ഒന്നാമത്തെ മക്കളുടെ അവകാശമൊക്കെ ഒന്ന് വീതിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാക്ഷി പറയാനാണ് ഇപ്പൊ ഈ വിളിച്ചിട്ടുള്ളത്. രണ്ട് വഴിയിൽ നിന്ന് കയറി വന്നവർക്കൊക്കെ അവകാശം കൊടുക്കാൻ പറഞ്ഞപ്പോ എന്ത് വർത്തമാനത്? വഴിയിൽ നിന്ന് കയറി വന്നൊന്നും പറഞ്ഞിട്ടില്ലേ? പിന്നെ മക്കൾ തന്നെ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് കാശ് വീഴ്ചോ ഇന്നെന്തിനാ ബുദ്ധിമുട്ടിക്കണത്? അയാൾ പറഞ്ഞ കാര്യമായിട്ട് എടുക്കണ്ട. സുഗതൻ ഇപ്പോ എന്താ വേണ്ടത്? 4 വായിച്ചിട്ടൊരു പങ്ക് വേണം, അത്രയല്ലേ വേണ്ടു. അച്ഛൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്ന കാശ് 4 വീതം വെച്ച് കഴിഞ്ഞാൽ ഇത്രേ വരുള്ളൂ. ആ ഒരു തുക ഞാൻ എപ്പോഴും കൈയോടെ തന്നേക്കാം. അത് മര്യാദ. ഇനിയിപ്പോ ഞാൻ എന്താ ഉണ്ടാവുക പറ. അപ്പൊ നാളെ വില്ലേജ് ഓഫീസിൽ വരിക, സാക്ഷി പറയുക. ഓക്കെ ശരി. അതെ 10 മണിക്ക് എത്ര ഏട്ടാ? എവിടെ? അല്ല വില്ലേജ് ഓഫീസില് നാളെ 10 മണിക്ക്. നാളെയാണ്. രാവിലെ നേരത്തെ ഒന്ന് വിളിക്കണം. അത് ഞാൻ വിളിച്ചു 8 മണിക്ക് പിള്ളേര് പറമ്പിൽ കളിക്കാൻ വരാൻ പറഞ്ഞിട്ട് അത് ഒഴിവാക്കാനാ. പിന്നെ വരുമ്പോ ഇതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയേക്കണേ. അത് കളിക്കുമ്പോ തോൽക്കുമ്പോ വെക്കണല്ലേ. സുഖിലേ, അതെ നീ കുണുക്കിന് വേണ്ടട്ടാ, കാശിന് കളിക്ക്. അടിക്ക് 500. സമയത്ത് വരുമോ? സാധനം വരും. അത് കൃഷിയല്ലേ, ഇനി ഒരുത്തനെ കൂടി ഒപ്പിക്കണം. അതല്ലേ. അത് ഇപ്പൊ കൊടുത്തിട്ടുള്ള എത്ര? 2000 ഇയാൾ കണ്ടില്ലേ? ആ 2000 മണ്ടുവിന്റെ അവകാശത്തിന് പിടിക്കാൻ പറ്റില്ല കേട്ടോ. നിങ്ങളുടെ ആൾക്കാര് നിങ്ങളുടെ ഇടപാട് അതെല്ലാം മൊത്തം മണ്ടുവിന്റെ കുറച്ചിട്ടേ തരുള്ളൂ. ആ ഒന്നും നടക്കണ കാര്യമല്ല, കാര്യം പറഞ്ഞാൽ ശരിയാവും.